താങ്കളുടെ ഈ പറഞ്ഞ തബല താളത്തിൽ നിന്ന് താങ്കൾ സ്റ്റേജിലേക്ക് വരുന്നു. സ്റ്റേജിൽ താങ്കൾ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. 7 ബഹുമതികൾ. നാടകത്തെ ഉപേക്ഷിച്ചിട്ട് സിനിമയിലേക്ക് പോയല്ലേ? ഉപേക്ഷിച്ചിട്ട് പോയിട്ടില്ല. ഉപേക്ഷിച്ച് പോയില്ല? ഇല്ല. ഇതാ വരുന്നു ഒരു ചോദ്യം. മാളയോട് എനിക്ക് 40 വർഷമായിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ കാലാക്ക കുമാരൻ ചേട്ടൻ നല്ല കോമഡിയും സീരിയസും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ കാളിദാസ കലാകേന്ദ്രത്തിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ എപ്പോഴും ഫൈറ്റിങ്. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് കാലാക്കലിന് ഒരസുഖം വന്ന് ഡെയിലി നാടകവുമുണ്ട്. അപ്പോഴത്തേക്ക് ഒരാളെ വേണമല്ലോ. അന്നേരം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എൻ്റെ മാറ്റം പറഞ്ഞ് മാളയിലൊരു ആക്ടറുണ്ട്, നല്ല പോലെ അഭിനയിക്കുകയും ചെയ്യും, നല്ല കോമഡി ചെയ്യും, ഇതെല്ലാം ചെയ്യും. നമുക്ക് മാളയെ ഒന്ന് വരുത്തിയാലെന്താ? മാളയെ തിരക്കി. അന്ന് മുതൽ ഞങ്ങൾ മാള വരെ എത്താൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് സിനിമാ ലോകത്തേക്ക് അങ്ങ് കടന്ന് നാടകത്തിൽ നിന്ന്. ഇപ്പോഴും ആ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ 10-28 വയസ്സുള്ളൊരു റോളാണ് അന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോഴും ആ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് കാളിദാസ കലാകേന്ദ്രത്തിൽ ജോയിൻ ചെയ്യണം. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു. എൻ്റെ മഹാഭാഗ്യത്തിലൊന്നായി കാണുന്നത്. എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വിജയകുമാരി ചേച്ചി എന്താ പറയുക, കാളിദാസ കലാകേന്ദ്രത്തിൽ ചെല്ലണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നാടകത്തിലൊക്കെ. ഇതാണ് നിങ്ങൾക്ക് സ്വപ്നത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഈ ജംഗ്ഷനിൽ നമ്മൾ സാധ്യമാക്കുന്നത്. അതൊരു ഭയങ്കര സംഭവമല്ലേ ഇതൊക്കെ ഭയങ്കര ഭാഗ്യമല്ലേ. കാലാക്കൽ കുമാരൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, നമ്മളൊക്കെ ആക്ഷൻ ഇട്ടാണ് സാധാരണ നാടകത്തിലൊക്കെ കൂടുതലും. ഡയലോഗ് കൊണ്ട് വെറുതെ എറിഞ്ഞ് പിടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ചാണകുരുട്ട് വരളി എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ചെമരയിൽ ഇങ്ങനെ തറപ്പിക്കില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ സംഭവം. ഇപ്പോഴും ഒരു കഥാപാത്രത്തെ അവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അത് ഞാൻ എല്ലാം തയ്യാറാണെന്നേ. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ചേച്ചിയായിട്ട് ഞാൻ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയത് എനിക്ക്. കാരണം എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. താപ്പാന എന്ന് പറയുന്ന പടത്തിൽ ഒരു റൗഡി ലൈനിലുള്ള കഥാപാത്രം ചേച്ചി. എന്നെ കാലിന് സൂര്യാതന്നെ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാനൊക്കെ. അപ്പോൾ അന്ന് എന്നെ അവർ വാക്കത്തേക്ക് വെട്ടിയിട്ട്, അതുകൊണ്ടാണ് എനിക്ക് നടക്കാൻ പറ്റാതെ. അങ്ങനെയാണ് ഞാൻ ചട്ടായതും അവിടെ ചട്ടമ്പി ആയതെന്നൊക്കെ പറയുന്ന ഡയലോഗൊക്കെ ഉണ്ട് അതിൽ. താപ്പാന മമ്മൂട്ടിയൊക്കെ മെയിനായിട്ട് ചെയ്യുന്ന റോള് ചെയ്യുന്ന പടത്തിൽ. നാടകം ഇപ്പോഴും മാളച്ചേട്ടൻ്റെ നൊസ്റ്റാൾജിയാണ്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. നാടകത്തിൻ്റെ കാര്യം കേൾക്കണോ? നാടകത്തിന് ഇപ്പം ടി ജി രവിയായിട്ടാണ് ആദ്യം. തൃശ്ശൂർ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ടി ജി രവി, തിലകൻ, PJ ആൻ്റണി, NN പിള്ള, ഇവരൊക്കെ പറയാം പുലികളല്ല സിംഹങ്ങൾ. അപ്പോൾ ഇവരുടെ കൂടെ അഭിനയിക്കാൻ എൻ്റെ ഭാഗ്യം ഉണ്ടായില്ല. തിലഞ്ചേട്ടൻ്റെയൊക്കെ കൂടെ അഭിനയിക്കാൻ വെച്ചാൽ നിസ്സാര കാര്യമൊന്നുമില്ല. പിടിച്ച് നിൽക്കാന്നല്ല, പുള്ളി ചിരിക്കും ഞാൻ അഭിനയിക്കുമ്പോൾ. അതാ രസം. ഇത്ര വലിയ റഫാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ വെറും പാവാണെന്ന് മനസ്സിലായത് അപ്പോഴാണ്. അങ്ങനെ PJ ആൻ്റണി ചേട്ടൻ പറയുന്നത് കണ്ടില്ല, അല്ല മറ്റേ NN പിള്ള ചേട്ടൻ ഇങ്ങനെ ഞാനൊരു അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാറാണിയുടെ താഴെ അഞ്ഞൂറാൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. എന്താണ് പടം? ഗോഡ് ഫാദറിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ചുമ്മാ കാണാനായിട്ട് അവിടെ ചെന്നപ്പോൾ തിരുവനന്തപുരം എന്നെ പിള്ളച്ചേട്ടൻ പറയാണ്, ഞാൻ മരിച്ചാൽ, എനിക്ക് ടോണെന്ന് അറിയില്ല, മ്യൂസിക് അറിയില്ല എനിക്ക്, ഞാൻ മരിച്ചാൽ നീ മാത്രം എൻ്റെ എൻ്റെ ചിതയിൽ തീ വയ്ക്കാൻ വരരുത്. ചിത എന്ന് പറയുന്നതൊക്കെ വളരെ ശരിയല്ല. കാരണം ചിതയും പട്ടടയൊക്കെ വന്നാൽ, ഞാൻ മരിച്ചാൽ നീ മാത്രം എൻ്റെ പട്ടടയിൽ തീ വയ്ക്കാൻ വരരുത്. ശബ്ദം മാറി, ടോൺ മാറി, വികാരം മാറി. അങ്ങനത്തെ മഹാമനുഷ്യൻ. അദ്ദേഹത്തിനെ പറ്റി ഞാൻ പറഞ്ഞാൽ, അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ക്യാപ്ഷൻ എഴുതി, നാടകസിംഹം മരിച്ചു, ഇരുമ്പ് തിരശ്ശീല വീണു എന്നാ. വിജയരാമൻ കേട്ട് കരഞ്ഞു പോയത്. എന്തോന്ന് എനിക്കറിയില്ല. ഇനി പൊങ്ങൂലത്രേ, അത്ര വെയിറ്റാണ് തിരശ്ശീലയ്ക്ക്. ഇപ്പോൾ കളറബിളായില്ലേ നാടകങ്ങളൊക്കെ, സീരിയൽ മാതിരിയൊക്കെ ആയി. അപ്പോൾ ഒറ്റ കർട്ടൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നാടകം കളിച്ചിട്ട് ഇത്ര ആൾക്കാരെ വശീകരിച്ചെടുത്തിട്ട് നാടകം പോയോ? നാടകത്തിൻ്റെ സ്റ്റൈൽ പോയി. കേരളത്തിൽ നാടകത്തെ നഷ്ടപ്പെട്ടു വരുന്നു. നിങ്ങളെപ്പോലുള്ള വലിയ അധികായന്മാർ നാടകം ഉപേക്ഷിച്ച് സിനിമയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നതല്ലേ? നാടകത്തിലൊരു പ്രശ്നം കേൾക്കണോ? ഞാനൊക്കെ നാടകത്തിൽ അഭിനയിച്ചിരിക്കുമ്പോൾ 6 മാസം നാടകം, 6 മാസം പട്ടിണിയാണ്. അതിനൊരു പാട്ടുണ്ട്, കാടാറ് മാസം നാടാറ് മാസം. അതിൻ്റെ അപ്പുറത്തൊരു വേർഡും കൂടി ഉണ്ട്, കണ്ണീർ കടൽക്കര താമസം എന്ന് ഞാൻ പറയാം. ഇപ്പം കണ്ണീരില്ല സിനിമയിൽ വന്നതിന് ശേഷം. കടൽക്കര തന്നെയാണ് താമസം, കുഴപ്പമില്ല.